ഇതൊന്ന് ഹലോ പറ. ഹലോ ഹലോ. ഹലോ എവരി വൺ. ഹലോ, ഗുഡ് മോർണിംഗ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ 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 ഓക്കെ, റെഡി. ക്ലിയർ കുറവ് പോലെ ഉണ്ടോ? ബ്ലർ പോലെയാണോ? വീഡിയോ വീഡിയോ ബ്ലർ പോലെയാണോ? ഓക്കെ ആയിപ്പോ? റെഡി? യെസ്. ഹലോ ഹലോ ഹലോ. ഒന്ന് ഒന്ന് സ്പീഡാക്ക്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഹലോ. ഹലോ. എന്താ, ഓക്കെ ആണോ? ഓഡിയോ വീഡിയോ ഒക്കെ സാർ. ഓഡിയോ ഓക്കെ ആണ്. വീഡിയോ ബ്ലർ ഉണ്ടോ? ഇപ്പൊ ഓക്കെ അല്ലേ? റെഡി? യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ, ബെറ്റർ അല്ലേ എവരി വൺ? ഒന്ന് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഫാസ്റ്റ് ആയിക്കോ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ യെസ്. ഓക്കെ, എന്നാ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ ആണ് ഫസ്റ്റ് ഡേ. ഇന്നലെ നമ്മൾ ഡേ 1 പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ലാസ്റ്റ് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺട്രാക്ട് ആക്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൽ യൂണിറ്റ് 1 ആയിരുന്നു നമ്മുടെ ടോപ്പിക്. അപ്പോൾ മെല്ലെ മെല്ലെ എന്താവും, സ്ലോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, സ്ലോലി ആൻഡ് സ്റ്റഡിലി. അങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെയാണ് നമ്മൾ ഓരോരോ ഏരിയാസ് കംപ്ലീറ്റ് ആവുക. സോ ഫസ്റ്റ് മുതലുള്ള ഏരിയാസ് ഒരു ട്രാക്ക് വിടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയേ പറ്റുള്ളൂ. അതിപ്പോൾ ഓഫറിന്റെ ഡെഫിനിഷൻ ആണെങ്കിലും, ഓഫറിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ആണെങ്കിലും, ആക്സെപ്റ്റൻസ് ആണെങ്കിലും, ആക്സെപ്റ്റൻസിന്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ എസെൻഷ്യൽ എലമെന്റ്സും കാര്യങ്ങളൊക്കെ വൃത്തിയിൽ ചെയ്യണം. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, റാൻഡം ആയിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ എവരി വൺ. ഓക്കെ, സോ ഓക്കെ, സോ ഐ വിൽ ബി കോളിംഗ് അപ്പ് സം വൺ. എല്ലാവരും പേര് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ യെസ്. ഓക്കെ, സോ ഐഷാനിയ, ഐഷാനിയ ഒന്ന് 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 അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ക്വിക്കായി ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഓഫറിന്റെ ഡെഫിനേഷൻ ഒന്ന് പറയണേ. ക്വിക്ക് ആയിക്കോ, ഫാസ്റ്റ് ആയിക്കോ. ഐഷാനിയ കേൾക്കുന്നുണ്ടോ? ഫാസ്റ്റ് 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 സമയം. Sir, ആ പറ. when one person signifies his willingness to do or When to one person signifies to another. to another his willingness to do or to abstain from doing anything with the view to obtain the assent of that other to such act or abstinence. He is said to make an Offer. he is said to make a proposal or offer. ഒന്നുകൂടി ഫാസ്റ്റ് ആവാനുണ്ട്, ഒന്നുകൂടി വേർഡിങ്സ് റിപ്പീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ദിയ കെ ടി ഒന്ന് എസെൻഷ്യൽ എലമെന്റ്സ് ഒന്ന് ക്വിക്കായിട്ട് സമപ്പ് ചെയ്തേ ഓഫറിന്റെ. ഓഫറിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് ഓഫർ ഒന്ന് ക്വിക്ക് ആക്കിയിട്ട് പറ. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലാന്നോ? എന്താ അങ്ങനെ ഒരു ഇഷ്യൂ വരില്ലല്ലോ. ഫർസ ടി എന്ന് പറ. ഫർസ അൺമ്യൂട്ട് ചെയ്തിട്ട് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് ഓഫർ പറ. എപ്പോഴും നിങ്ങൾ പ്രിപ്പയർഡ് ആവണം, എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലാണ്ട് വേറെ രക്ഷയില്ല നിങ്ങൾക്ക് ഇതിൽ കേട്ടോ. ഓക്കെ, ഫർസ, ഫർസ ടി.
എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങള് ഫർസാട്ടി കേൾക്കുന്നുണ്ടോ? ഹലോ. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാന്നെല്ലാം പറഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഇല്ലേ ഫർസ? കാര്യം ആ പറയട്ടെ. ആ essential elements of valid offer. ആ Intention to create legal relations. It must be certain, definite, but not vague. It must be communicated to the offeree. It may be specific or general. It may be expressed or implied. Difference per mere intention, invitation to offer, casual inquiry. A statement of price is not an offer. ഓക്കെ, അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്റൻഷൻ ടു വെരി ഗുഡ്. ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ ഒന്ന്. രണ്ടാമത്തത് ഇറ്റ് മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വേഗ് പറഞ്ഞു. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് പറഞ്ഞു. അതേപോലെ തന്നെ നാലാമത്തത് മറ്റേ ഡെഫിനിഷനിലുള്ള അതേ പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദി അസെന്റ് ഓഫ് ദി അതർ പാർട്ടി പറഞ്ഞു. അതേപോലെ തന്നെ ഇറ്റ് മേ ബി കണ്ടീഷണൽ, ഓഫർ കണ്ടീഷണൽ ആവാന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഓഫർ മേ ബി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് പറയാം? ഓഫർ മേ ബി സ്പെസിഫിക് ഓർ ജനറൽ, ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. പിന്നെ ഓഫർ മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എ ടേം, അത് എന്തായാലും പറയണം, കാരണം അത് എക്സാമിന് ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലൈൻസ് ഓഫ് വിച്ച് വുഡ് അമൗണ്ട് ടു അക്സെപ്റ്റൻസ്. ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അത് അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കും. നിങ്ങൾ റിപ്ലൈ തരാതിരുന്നാൽ അത് അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കുമെന്ന് ഒരിക്കലും ഓഫറിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഓഫർ ഇൻവാലിഡ് ആണ്. ദാറ്റ് ഈസ് മിയർ സൈലൻസ് ഒരിക്കലും ഓഫർ ആയിട്ട് അക്സെപ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റൂല. പിന്നെ പറയുന്നത് എന്താ പറയുക, ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഇൻവിറ്റേഷൻ ടു ഓഫറിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ബുദ്ധിമുട്ടില്ല, ക്ലിയർ ആയിട്ട് എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം എക്സാമിന് ഡയറക്റ്റ് 7 മാർക്കിന് ഓഫറിന്റെ ഡെഫിനിഷനും അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സും ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റൻസിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. When the person to whom the offer is made signifies his assent thereto, the proposal is said to be accepted. കറക്റ്റ് അല്ലേ? എൻ്റെ ഭാഗത്തുനിന്ന് ഓഡിയോ ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ എവരിവൺ? എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. സോ ഇപ്പോൾ ഓഫറിന്റെ തിരിച്ചുള്ള ഡെഫിനിഷൻ ആണ് അക്സെപ്റ്റൻസിന്റെ കേസ് വരുന്നത്. ഓഫർ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് അക്സെപ്റ്റൻസിന്റെ കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പോയിന്റ്സ് കൂടി ജസ്റ്റ് നോക്കുക. ആർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ആർക്കാണ് ഓഫർ നൽകപ്പെട്ടത്? ഓൺലി ബൈ ദ പേഴ്സൺ ടു ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ്. ആർക്കാണ് ഓഫർ നൽകപ്പെട്ടത് അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്സെപ്റ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്പെസിഫിക് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സൺ മാത്രം. ജനറൽ ആണെങ്കിൽ ആ ഓഫറിനെ പറ്റി നോളേജ് ഉള്ള ആൾക്ക് മാത്രം. ഇപ്പൊ ജനറൽ ആണെങ്കിൽ നോളേജ് ഉള്ള കേസും നോളേജ് ഇല്ലാത്ത കേസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറ. ഒരാള് ഓഫർ അക്സെപ്റ്റൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏതോ ഒരു കേസിൽ നോളേജ് ഉണ്ടായിരുന്നില്ല. അതേസമയം ഏതോ കേസിൽ നോളേജ് ഉണ്ടായിരുന്നു. നമ്മൾ കേസ് ലോസ് 2 പഠിച്ചിട്ടുണ്ട്. ഒന്ന് ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ സെറ്റ് ആവും. ഓക്കെ, ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനിയില് നോളേജ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. അതേസമയം ലാൽമൻ ശുക്ല വേഴ്സസ് ഗൗരീദത്തിൽ എന്തുണ്ടായിരുന്നില്ല? സർവന്റിന് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ വരണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, അപ്പൊ അതിൽ നോളേജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കറക്റ്റ് മനസ്സിലാക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതിൽ നിന്നും നമ്മൾ പുതിയൊരു സംഭവം കൂടി പഠിക്കാൻ പോവാണ്. ഒരാള് ഒരു ഓഫർ കൊടുത്തു, ഒരു ഓഫറർ ഓഫർ കൊടുത്തു. അപ്പം ഓഫർ എന്ത് ചെയ്യണം? അത് ആക്സെപ്റ്റ് ചെയ്യണം. അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു റൂൾ ഉണ്ട്. ഓക്കെ, ആ റൂളാണ് ആക്സെപ്റ്റൻസ് അബ്സല്യൂട്ട് ആയിരിക്കണം, അൺക്വാളിഫൈഡ് ആയിരിക്കണം, അതായത് അൺകണ്ടീഷണൽ ആയിരിക്കണം. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരാള് 10 ലക്ഷത്തിന് അയാളുടെ കാറ് സെല് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ഒരു ഓഫർ കൊടുത്തു. ഇയാളുടെ വില്ലിങ്നെസ് എന്താണ്? 10 lakh rupees എന്റെ കാറ് സെല് ചെയ്യണം എന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, അപ്പൊ വാങ്ങുന്ന മിസ്റ്റർ ബയർ, മിസ്റ്റർ ബി പറയാണ്, ഞാൻ നിങ്ങളെ കാറ് 10 ലക്ഷം രൂപക്ക് വാങ്ങിക്കാം, 10 ലക്ഷം രൂപക്ക് വാങ്ങിക്കാം. പക്ഷേ കാറിന് എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പർ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ റീസെന്റ് ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് നമ്മളൊരു ലാൻഡ് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ,
അപ്പൊ അങ്ങനെ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ലാൻഡൊക്കെ പോയി കണ്ടു. ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 1 ഏക്കറിന് ഇത്ര രൂപ അല്ലെങ്കിൽ 1 സെന്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മറ്റേ ലാൻഡിന് പ്രോപ്പർ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ആ ബയർ പറഞ്ഞിട്ടുള്ള ആ ഡോക്യുമെന്റ്സ് നിർബന്ധമായിട്ടും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണോ അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണോ? കണ്ടീഷണൽ ആണെങ്കിൽ സി എന്ന് പറയാം, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണെങ്കിൽ യു എന്ന് പറയാം. ഓക്കെ, മിസ്റ്റർ എസ് അയാളുടെ കാറ് സെല് ചെയ്യാം എന്ന ഉദ്ദേശത്തിൽ അയാള് മറ്റേയാളോട് പറയാണ് 10 ലക്ഷം രൂപക്ക് ഞാൻ എന്റെ കാറ് സെല് ചെയ്യാൻ റെഡിയാണ്, വിൽ യു ബൈ എന്ന് ചോദിച്ചപ്പം ബയർ പറയാണ് ഞാൻ നിങ്ങളുടെ കാറൊക്കെ വാങ്ങിക്കാം, ഞാൻ റെഡിയാണ്, പക്ഷെ കാറിന് പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ടാവണം എന്ന് പറയുകയാണെങ്കിൽ അത് കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണോ? ദി ആൻസർ ഈസ് ദ അക്സെപ്റ്റൻസ് ഈസ് അൺകണ്ടീഷണൽ. അവിടെ ആക്സെപ്റ്റൻസ് അൺകണ്ടീഷണൽ ആണ്. കാര്യം അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ വെക്കുമ്പോ അല്ലെങ്കിൽ ഒരു ലാൻഡ് വെക്കുമ്പോ അതിന് പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ടാവണം എന്നത് നിർബന്ധ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്ത ഓഫറിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരുത്തിയ ഒരു ആക്സെപ്റ്റൻസ് ആയിരുന്നില്ല. അത് ആരായാലും അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരിക്കലും ഒരു കണ്ടീഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ കാറിന് മറ്റേ ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സച്ച് ആൻ ആക്സെപ്റ്റൻസ് ഈസ് എ വാലിഡ് ആക്സെപ്റ്റൻസ്. അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, അതൊരിക്കലും എന്തല്ല കണ്ടീഷണലോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസ് അല്ല. അതൊരു അൺകണ്ടീഷണൽ അൺക്വാളിഫൈഡ് പ്രോപ്പർ വാലിഡ് ആക്സെപ്റ്റൻസ് ആണ്. അതേസമയം ഒരാൾ അയാളുടെ കാറ് സെല് ചെയ്യുന്നു 10 ലക്ഷം രൂപക്ക്. അപ്പൊ ബയർ പറയാണ് നിങ്ങളുടെ കാറ് 10 ലക്ഷം രൂപക്ക് ഞാൻ വാങ്ങിക്കാം, പക്ഷേ എൻ്റെ അടുത്തൊരു ബൈക്ക് ഉണ്ട്, ഓക്കെ, അത് നിങ്ങൾ വാങ്ങിക്കണം, ഒരു 50,000 റുപ്പീസിന് നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ കാറ് 10 ലക്ഷം രൂപക്കല്ല, ഞാൻ 9 ലക്ഷം രൂപക്ക് വാങ്ങിക്കാം, 2. അല്ലെങ്കിൽ നിങ്ങളുടെ കാറ് ഞാൻ വാങ്ങിക്കാം, പക്ഷെ 10 ലക്ഷം റെഡി ക്യാഷ് തരാൻ പറ്റൂല, എനിക്ക് ഇൻസ്റ്റാൾമെന്റ് മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, ഇങ്ങനൊക്കെ പറയുകയാണെങ്കിൽ അത് എന്തായി മാറാണ്? ഒരിക്കലും അത് അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ് അല്ല, അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. ഓക്കെ, സോ ഒരാൾ കൊടുക്കുന്ന ഒരു ഒറിജിനൽ ഓഫറർ കൊടുക്കുന്ന ഒറിജിനൽ ഓഫറിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം വരുത്തിയിട്ട് ചേഞ്ചസ് ഓർ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് ഓഫറി അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കൗണ്ടർ ഓഫർ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? കൗണ്ടർ ഓഫർ എന്ന് പറയും. അപ്പൊ അത് കറക്റ്റ് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്ന സമയത്ത് റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ ചില കാര്യങ്ങൾ, ഓക്കെ, ചില എക്സാമ്പിൾസ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിളിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ജസ്റ്റ് നമുക്ക് എന്ത് പറയാം, ഓഫറായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഒറിജിനൽ ഓഫർ ആരാർക്ക് കൊടുക്കുന്നു? ഓഫറർ ടു ഓഫറി. ഓക്കെ, ഒറിജിനൽ ഓഫർ ഓഫറർ ടു ഓഫറി കൊടുക്കുന്നു, 1 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഓഫർ എന്ത് ചെയ്യാണ്? 2A. അപ്പൊ എന്താണ്? സെൽ മൈ കാർ ഫോർ റുപ്പീസ് 10 lakhs. ഓഫർ പറയാണ് യെസ് ഐ ആക്സെപ്റ്റ് ഇറ്റ് എന്ന് പറയുകയാണെങ്കിൽ അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. അതിനെ കൊണ്ട് എന്ത് സംഭവിക്കും? ഒറിജിനൽ ഓഫർ എന്തായി മാറും? പ്രോമിസ് ആയി മാറും. ഓക്കെ, അതേസമയം ഓഫറി പറയാണ്, ഇയാള് പറയാണ് 2B ആയിട്ട് കൊടുക്കാം, ഓപ്ഷൻ ആയിട്ട്, വിൽ ബൈ ഫോർ റുപ്പീസ് 9 lakhs. ഇവിടെ ഇയാള് റെഡി ക്യാഷ് പറഞ്ഞിട്ടുണ്ട്. ഇയാള് പറയാണ് ഐ വിൽ ബൈ ബട്ട് പേ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗണ്ടർ ഓഫർ, കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്.
അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുക നിങ്ങളുടെ കാറ് 10 ലക്ഷത്തിന് വാങ്ങിക്കാം, പക്ഷെ നിങ്ങൾ എൻ്റെ ബൈക്ക് 50,000 വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തായി മാറി? കൗണ്ടർ ഓഫറായി മാറാണ്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയട്ടെ. ഈ ഒരു കേസിൽ ഇയാള് മിസ്റ്റർ എസ് എന്ന് പറയാം, മിസ്റ്റർ ബി എന്ന് പറയാം. ഓക്കെ, 2A എന്ന് പറയുന്ന കേസില്ലേ, 2A എന്ന് പറയുന്ന കേസിൽ മിസ്റ്റർ എസ് ഓഫറർ, മിസ്റ്റർ ബി ഓഫറി ഓർ ആക്സെപ്റ്റർ. 2Bയിൽ എന്താ സംഭവിക്കാന്ന് പറയട്ടെ. ഓക്കെ, മിസ്റ്റർ എസിനെ നമുക്ക് ഇങ്ങനെ റീഡ്രാഫ്റ്റ് ചെയ്യാം. മിസ്റ്റർ എസ് ഒറിജിനൽ ഓഫറർ, മിസ്റ്റർ ബി കൗണ്ടർ ഓഫറർ. ഇനി ആര് തീരുമാനിക്കണം? ഈ കൗണ്ടർ ഓഫർ നൽകപ്പെട്ടാൽ മിസ്റ്റർ എസ് മസ്റ്റ് ഡിസൈഡ് to accept or reject Mr. B's counter offer. മനസ്സിലായോ? അപ്പൊ മിസ്റ്റർ എസ് പിന്നെ ആരാവും? കൗണ്ടർ ഓഫറി. റെഡിയാണോ? ക്ലിയർ ആണോ മക്കളെ? യെസ് ഓർ നോ? ഇത് മനസ്സിലായോ? സോ ഇത് ഒന്നും കൂടി സൂം ചെയ്യുന്നുണ്ട്. മുകളിലത്തെ ഭാഗങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ വർക്ക് ബുക്കോ ഹാൻഡ് ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ തന്നെ റെഫർ ചെയ്യുക. എഴുതുന്ന ഒരു നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞതാണ്. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒറിജിനൽ ഓഫറി മറ്റേ ഒറിജിനൽ ഓഫറിൽ വേരിയേഷൻ ഓർ മോഡിഫിക്കേഷൻ വരുത്തുന്ന സമയത്ത് വരുത്തിയിട്ടാണ് റിപ്ലൈ കൊടുത്തത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് കൗണ്ടർ ഓഫർ ഓർ കണ്ടീഷണൽ ആക്സെപ്റ്റൻസ് എന്ന് പറയും. അങ്ങനെ വരുത്തിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആ കൗണ്ടർ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് ആര് തീരുമാനിക്കണം? ഒറിജിനൽ ഓഫറർ തീരുമാനിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഓക്കെ, ഇയാൾ 10 ലക്ഷത്തിന് ഓഫർ കൊടുത്തു. ചോദ്യം ശരിക്കും മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ എക്സാമിന് വരാം. മിസ്റ്റർ എസ് 10 ലക്ഷം രൂപക്ക് കാറ് സെല് ചെയ്യാമെന്ന് ഓഫർ കൊടുത്തു. ഓഫർ ആയ മിസ്റ്റർ ബി പറഞ്ഞു ഞാൻ കാറ് വാങ്ങിക്കാം, പക്ഷെ ഞാൻ 9 ലക്ഷം രൂപയെ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മിസ്റ്റർ എസ് പറഞ്ഞു ഞാൻ 9 ലക്ഷത്തിന് വിൽക്കാൻ റെഡി അല്ല എന്ന് പറഞ്ഞത് റിജക്ട് ചെയ്തു. പിന്നീട് അപ്പൊ ഓൾറെഡി മിസ്റ്റർ ബിക്ക് ഒരു ഓഫർ നൽകപ്പെട്ടിരുന്നു ആദ്യം 10 ലക്ഷത്തിന്റെ. പിന്നീട് മിസ്റ്റർ ബിക്ക് അയാളുടെ തെറ്റ് മനസ്സിലായി. മിസ്റ്റർ ബിക്ക് തോന്നി ആ കാറ് 10 ലക്ഷം രൂപക്ക് തന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയാൽ ആദ്യം നൽകപ്പെട്ട മിസ്റ്റർ ബിക്ക് റിസീവ് ചെയ്ത 10 ലക്ഷത്തിന്റെ ഒറിജിനൽ ഓഫർ ഇനി മിസ്റ്റർ ബിക്ക് ബാക്കിലേക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? യെസ് ഓർ നോ? ഓൾറെഡി മിസ്റ്റർ എസ് മിസ്റ്റർ ബിക്ക് ഒരു ഒറിജിനൽ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മിസ്റ്റർ ബി എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. കൗണ്ടർ ഓഫർ നൽകി. ഓക്കെ, കൗണ്ടർ ഓഫർ ഓക്കെ, അത് അങ്ങനെ തന്നെയാ, അതാണ് സംഭവം. അതായത് കൗണ്ടർ ഓഫറിലൂടെ എന്താ സംഭവിക്കാന്ന് അറിയാം? കൗണ്ടർ ഓഫർ റിസൾട്ട്സ് ഇൻ റിജക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഓഫർ. ഒരു മിസ്റ്റർ ബി എന്ന് പറയുന്ന ഇവിടെ അല്ലെങ്കിൽ ഓഫറി കൗണ്ടർ ഓഫർ നൽകുന്നത് ഏതിന് തുല്യമാണ്? ഇറ്റ് ഈസ് ആസ് ഇഫ് ദ ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ്. ഓൾറെഡി റിജക്ട് ചെയ്ത ഒറിജിനൽ ഓഫർ പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാക്കോട്ടേക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. സോ ഒറിജിനൽ ഓഫർ ഉണ്ട്, കൗണ്ടർ ഓഫർ റിസൾട്ട്സ് ഇൻ ഒറിജിനൽ റിജക്ഷൻ ഓഫ് ഒറിജിനൽ ഓഫർ. പിന്നീട് ഒറിജിനൽ ഓഫർ ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറിജിനൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, ബിക്കോസ് ദ ഒറിജിനൽ ഓഫർ ഈസ് ഓൾറെഡി റിജക്റ്റഡ്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കുക. അതൊക്കെയാണ് കൗണ്ടർ ഓഫറായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഓക്കെ, സോ അതാണ് ഞാൻ ഇന്നലെ അത് ഇവിടെ ഡിസ്കസ് ചെയ്യാതെ വെച്ചത്. അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ് എന്താണെന്ന് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ കൗണ്ടർ ഓഫറിന്റെ കേസ് ഒന്ന് വായിച്ചു നോക്കിയാൽ. കൗണ്ടർ ഓഫർ ഓർ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് വേർ ദ ഓഫറി മേക്സ് എ കണ്ടീഷണൽ or qualified acceptance or makes variation or modification in the original offer, thereby rejecting the original offer and giving the original offerer a chance to either accept or reject the counter offer. വേർഡിങ്സ് കറക്റ്റ് മനസ്സിലാക്കുക. എക്സാമിനൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും, വേർ ദ ഓഫറി മേക്സ് എ കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ്, ദാറ്റ് ഈസ് മേക്സ് വേരിയേഷൻ ഓർ മോഡിഫിക്കേഷൻ ഇൻ ദ ഒറിജിനൽ ഓഫർ, thereby rejecting the original offer.
and giving the original offerer a chance to either accept or reject the counter offer. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഇതാണ് കണ്ടീഷണൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസ്. അത് തന്നെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ബുദ്ധിമുട്ടില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ ബേസിക്കലി ഇതാണ് റൂള്, ഇതാണ് കോൺട്രാക്ട് ആക്ട് പറയുന്ന റൂള്. ഓഫർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒറിജിനൽ ഓഫർ ആണ്. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ഓഫർ എന്ന് പഠിച്ചാലും കുറച്ചിനും അത് ഒറിജിനൽ എന്ന് പഠിക്കേണ്ടി വരും. നമ്മളിനി ഏജൻസിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ട് പ്രിൻസിപ്പള് ഒറിജിനൽ ഏജന്റ്. അപ്പൊ എന്താ, ശരിക്കും പറഞ്ഞാൽ ഏജന്റ് എന്നേ ഉള്ളൂ. പക്ഷെ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും സബ് ഏജന്റിനെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏജന്റ് നമ്മൾ ഒറിജിനൽ ഏജന്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ ഓഫറിനെ ഒറിജിനൽ ഓഫർ എന്ന് വിളിക്കേണ്ടി വരും. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ടു ഓഫർ. ഓഫറിന്റെ കേസ് നമ്മൾ എന്താ പറയാ, ഓഫറിന്റെ കേസ് നമ്മൾ പറയുന്നു ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറി. അതേപോലെ ഇവിടുത്തെ കേസാണ് ആക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ. ഈ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ക്വിക്ക് ടൈമിൽ നമുക്കൊന്ന് എന്ത് ചെയ്താലോ, നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്താലോ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സംഭവം. കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ഓഫറോ ആക്സെപ്റ്റൻസോ കംപ്ലീറ്റ് ആവൂല. ഓക്കെ, ഓഫറർ അയാളുടെ മൈൻഡിൽ ഓഫർ വെച്ചോണ്ടിരുന്നാൽ അവിടെ ഓഫർ കമ്മ്യൂണിക്കേറ്റഡ് ആവില്ല. അയാൾ എന്ത് ചെയ്യണം, ആ ഓഫർ ആരുടെ നോളേജിലേക്ക് എത്തിക്കണം? ഓഫറർ ആ ഓഫർ ആരുടെ നോളേജിലേക്ക് എത്തിക്കണം? ഓഫറിയുടെ നോളേജിലേക്ക് എത്തിക്കണം. സ്പെല്ലിംഗ് തെറ്റിക്കരുത്, OFFEREE. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾക്കൊരു ചെറിയൊരു ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. എന്താ വെച്ചാല് ഓഫറിന്റെയും ആക്സെപ്റ്റൻസിന്റെയും എസെൻഷ്യൽ എലമെന്റ്സിൽ മൂന്നാമത്തെ പോയിന്റ് സെയിമാ. ഓഫറിന്റെ കേസ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ, മൂന്നാമത്തെ പോയിന്റ്. അത് അങ്ങനെ തന്നെ പഠിക്കണം, ഉറപ്പാണ്, നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഓഫറിന്റെ കേസ് നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി എന്നാണെങ്കിൽ ആക്സെപ്റ്റൻസിന്റെ കേസ് എന്താ? ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, ഇതിലൊരു കോംപ്രമൈസും ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്വിക്ക് ടൈമിന് നമ്മളത് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഫാസ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്കത് പഠിക്കാം. എന്താണെന്ന് വെച്ചാൽ രണ്ട് പാർട്ടീസ് ഉള്ളത്, ഓഫറർ ഉണ്ട്, ഓഫറി ഉണ്ട്. ഓഫറുടെ അടുത്ത് എന്ത് പോകുന്നു? ഓഫർ പോകുന്നു. ഓഫറിന്റെ അടുത്ത് തിരിച്ച് ആക്സെപ്റ്റൻസ് പോകുന്നു. അപ്പൊ ഒരിക്കലും ലാഗ് ആവാണ്ട് മനസ്സിലാക്കുക. ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി അല്ലേ? അതേസമയം ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഫേസ് ടു ഫേസ് ആണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. ഫേസ് ടു ഫേസ് ആണെങ്കിൽ ഡയറക്റ്റ് ഓഫർ എന്ത് കൊടുക്കുന്നു? ഓഫറിക്ക് ഓഫർ കൊടുക്കുന്നു. ഫേസ് ടു ഫേസ് തന്നെയാണെങ്കിൽ ഓഫർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ യാതൊരു കൺഫ്യൂഷനും വരാനില്ല. പക്ഷെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് 1872 ബേസ്ഡ് ആണ്. അതിൽ ഇപ്പോഴും പഴയ റൂൾസ് നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ റീസെന്റ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ കേട്ടൊരു കാര്യമാണ്. അവരുടെ ഒരു ഫ്രണ്ട് മറ്റേ മൊബൈൽ ഫോണും വാട്സാപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ അവരും അവരുടെ എന്താ പറയാ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്നതാണ് പോസ്റ്റ്. ഓക്കെ, ലെറ്റർ ആയിട്ട് എന്ത് ചെയ്യും? ചില കാര്യങ്ങളൊക്കെ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യും, എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെ ഏൽപ്പിക്കും. അതങ്ങനെ അത് വെച്ചാൽ നൊസ്റ്റാൾജിയ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള സമയത്ത് ചില ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് മുതലേ ഉള്ള ഒരു പ്രിവലാന്റ് ആയിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെറ്റർ എന്ന് പറയുന്നത്. ലെറ്ററിലൂടെ ഈ പറയുന്ന ഓഫറും ആക്സെപ്റ്റൻസും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം മറ്റേ ഇതുപോലെ എന്താ പറയാ, സിമ്പിൾ ആണോ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണോ? സിമ്പിൾ ആണെങ്കിൽ എസ് പറയാ. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോലെ അതിനേക്കാൾ സിമ്പിൾ ആണോ പോസ്റ്റ് ഓർ ലെറ്റർ, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണോ? സിമ്പിൾ ആണെന്ന് തോന്നിയാൽ എസ് എന്ന് പറയാ, കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ സി എന്ന് പറയാം. ഓക്കെ, മറ്റേത് ഡയറക്റ്റ് നമ്മൾ ഓഫർ കൊടുക്കുന്നു, ഡയറക്റ്റ് മറ്റേ അക്സെപ്റ്റ് ചെയ്യുന്നു. ടെലിഫോണിലാണെങ്കിൽ അതുപോലെ തന്നെ ഓൾമോസ്റ്റ്. പോസ്റ്റ് വഴിയാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടുന്ന് അയക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് പോസ്റ്റ് ചെയ്യണം, അത് അവിടെ എത്തിയിട്ടുണ്ടോ നോക്കണം, അത് അയാൾ തുറന്ന് വായിക്കണം, അങ്ങനെ പല പ്രൊസീജിയേഴ്സും ഇല്ലേ. തിരിച്ച് അതിനുള്ള ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യണം, ആ പോസ്റ്റ് ചെയ്ത ആക്സെപ്റ്റൻസ് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തണം എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓഫറിന്റെയും ആക്സെപ്റ്റൻസിന്റെയും കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് പോസ്റ്റ് വഴി അല്ലെങ്കിൽ ലെറ്റർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ. അതിൽ ഓഫറിന്റെ കേസിൽ നമുക്കൊന്നും കാര്യമായിട്ട് പറയാനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫറർ എന്ത് കൊടുക്കാണ്? ഒന്നുകൂടി ഞാൻ ഇതിൽ പറയാണ്, ഓഫറർ, ഓഫറി എന്ത് പോസ്റ്റ് ചെയ്തു?
ലെറ്റർ ഓഫ് ഓഫർ ഈസ് പോസ്റ്റഡ്. ലെറ്റർ ഓഫ് ഓഫർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇറലവൻറ്റ് എന്താ അറിയോ? ഡേറ്റ് ഓഫ് പോസ്റ്റിംഗ് ദ ലെറ്റർ ഈസ് ഇറലവൻറ്റ്. ഓക്കെ, offeree receiving the post is irrelevant. ഏതാ റെലവെന്റ് ആവുക? ഓഫർ comes to the knowledge of the offeree. അതായത് ശരിക്കും ശ്രദ്ധിക്കുക, ഒരു ഡേറ്റ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20th നവംബർ പോസ്റ്റ് ചെയ്തു, 22nd നവംബറിനാണ് കിട്ടിയത്. അത് അയാൾ തുറന്ന് വായിക്കുന്നത്, അയാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും, അയാൾ ചിലപ്പോൾ സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. തുറന്ന് വായിക്കുന്നത് 23rd നവംബർ ആണെങ്കിൽ ഏത് ഡേറ്റിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഡോക്യുമെന്റിൽ, ഈ പോസ്റ്റിൽ അല്ലെങ്കിൽ ലെറ്ററിൽ ഒരു ഓഫർ ആണെന്നും അത് ഇന്ന കാര്യങ്ങളൊക്കെ ആണ് എന്ന് ഓഫർ തിരിച്ചറിയുന്ന ഡേറ്റ് ഏതാണ്? 20ാം തീയതി ആണോ, 22ാം തീയതി ആണോ, 23ാം തീയതി ആണോ? ഒബ്വിയസ്ലി 23ാം തീയതി ആണല്ലോ. അപ്പൊ 23ാം തീയതിയാണ് നമ്മൾ എന്ത് പറയാ? ഓഫർ ഈസ് കമ്മ്യൂണിക്കേറ്റ്. ഓർ ഇങ്ങനെ പറയാം, communication of offer is complete. Communication of offer is complete when it comes to the knowledge of the offeree, when it reaches the knowledge of the offeree. ഇതാണ് സംഭവം. ഓക്കെ ആണോ മക്കളെ? റെഡി ആണോ? ഇത്രയേ ഉള്ളൂ. ഓഫറിന്റെ കേസിൽ ഇത്രയേ പറയാനുള്ളൂ. ഒരാൾ ഒരു ഓഫർ കൊടുക്കുന്നു, അത് ലെറ്ററിലൂടെ പോസ്റ്റ് ചെയ്തതാണ് എങ്കിൽ ഓഫർ ഈസ് കമ്മ്യൂണിക്കേറ്റഡ്, അല്ലെങ്കിൽ communication of offer is complete when it comes to the knowledge of the offeree. When the letter of offer is posted അല്ല, when the offeree receives the letter of offer അല്ല, പിന്നെയോ when the offer comes to the knowledge of the offeree. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓഫറിന്റെ കേസിൽ ഇത്രയേ പറയാനുള്ളൂ. സിമ്പിൾ. ഓക്കെ, സോ ഓഫറിന്റെ മൂന്നാമത്തെ എസെൻഷ്യൽ എലമെന്റ് ഉണ്ട്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് ഓഫറിൽ മൂന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഓഫർ മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വേഗ്. അതേസമയം മൂന്നാമത്തെ കാര്യമാണ് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓഫർ ഈസ് സെറ്റ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് വെൻ ഇറ്റ് റീച്ചസ് ദ നോളേജ് ഓഫ് ദ ഓഫറി. ഓഫറിന്റെ നോളേജിലേക്ക് എത്തുമ്പോഴാണ് ഓഫർ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ അവിടെ വെച്ചിട്ട് എന്ത് അവസാനിച്ചു? ഓഫറിന്റെ കമ്മ്യൂണിക്കേഷൻ അവസാനിച്ചു. നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി അക്സെപ്റ്റൻസിന്റെ കാര്യമാണ്. അക്സെപ്റ്റൻസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. വെരി 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 സിമ്പിൾ ആയിട്ട് പറയാം. ഓഫറർ മിസ്റ്റർ എസ് വാണ്ട്സ് ടു സെൽ ഹിസ് കാർ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. for ₹10 lakhs. എന്തയച്ചു? ഓഫർ അയച്ചു. ആർക്കാണ് അയച്ച? ഓഫറി മിസ്റ്റർ ബി. ഓക്കെ അല്ലേ? മിസ്റ്റർ ബി വാണ്ട്സ് ടു ഒന്നും കാണുന്ന ഒരു നിർബന്ധമില്ല. ഐശാനിയ, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് എന്താ പറയുക, കടക്കാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ്, ടൈം ലാഗ് ആക്കുന്നില്ല. ഓക്കെ, വാണ്ട്സ് ടു ബൈ ദ കാർ for ₹10 lakhs. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, മിസ്റ്റർ എസിന് അയാളുടെ കാറ് 10 ലക്ഷം രൂപക്ക് സെല് ചെയ്യണം. മിസ്റ്റർ ബിക്ക് ആ കാറ് 10 ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്യണം, വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. കുഴപ്പമില്ല. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഓഫർ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഓക്കെ, ഇത് ഓൾറെഡി എന്തായിട്ടുണ്ട്? ലെറ്റർ ഓഫ് ഓഫർ ഇയാളുടെ നോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. നോളേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഓഫർ ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ഓഫർ ഈസ് കമ്മ്യൂണിക്കേറ്റഡ്.
നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്താ? ഒബ്വിയസ്ലി ഓഫർ ആയ മിസ്റ്റർ ബിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ ചോദ്യം ഇതാണ് മക്കളെ, വെരി 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 ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഇതാണ്. ഓഫർ കൊടുത്ത മിസ്റ്റർ എസിന് ഇനി അഥവാ അയാൾ കൊടുത്ത ഓഫർ വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ റിവോക്ക് ചെയ്യണം, തിരിച്ചെടുക്കണം, എൻ്റെ കാർ എനിക്ക് സെല്ല് ചെയ്യണ്ട എന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ ഇല്ലയോ, അത് പോസിബിൾ ആണോ അല്ലയോ? കാറ് സെല് ചെയ്യാൻ തീരുമാനിച്ച മിസ്റ്റർ എസിന് കാറ് സെല് ചെയ്യാൻ വിചാരിച്ച മിസ്റ്റർ എസ് ഓൾറെഡി ലെറ്റർ ഓഫ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മറ്റാളത് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മിസ്റ്റർ എസ് അയാൾ കൊടുത്ത ലെറ്റർ ഓഫ് ഓഫർ എന്താ പറയാ, എന്തായാലും അത് ലെറ്റർ ഓഫ് ഓഫർ എന്തായാലും പോയി. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ലെറ്റർ ഓഫ് ഓഫർ ഓൾറെഡി പോയി. ഇനി അയാളുടെ മറ്റേ വീട്ടിൽ പോയിട്ട് അയാളുടെ കുത്തിന് പിടിച്ചിട്ട് ഓഫർ ലെറ്റർ തിരിച്ചു എടുക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എന്താ ചെയ്യുക? ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി റിവോക്ക് ചെയ്യണമെങ്കിൽ റിവോക്കേഷൻ ഈസ് പോസിബിൾ. റിവോക്കേഷൻ ഓഫ് ഓഫർ ഈസ് പോസിബിൾ by letter of revocation of offer. അല്ലേ? ഈ ലെറ്റർ ഓഫ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ത് ചെയ്യണം? മസ്റ്റ് റീച്ച് ദ നോളേജ് ഓഫ് ഓഫറി ബിഫോർ, ഏതിനു മുന്നേ? ബിഫോർ ഓഫറി പോസ്റ്റ് ഹിസ് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്. ഓഫറിന്റെ അടുത്ത് ഓഫറി അയാളുടെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ മിസ്റ്റർ എസ് എന്ന് പറയുന്ന ഓഫറർ അയച്ച ലെറ്റർ ഓഫ് റിവോക്കേഷൻ, ഇനി ലെറ്റർ തന്നെ ആവണമെന്നില്ല, ടെലിഗ്രാമോ ലെറ്ററോ വാട്ടെവർ ഏത് വേണമെങ്കിലും ആവാം, ടെലിഗ്രാമോ ലെറ്റർ ഓഫ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ത് ചെയ്യണം? ഓഫറിന്റെ നോളേജിലേക്ക് എത്തണം. അങ്ങനെ എത്തുകയാണെങ്കിൽ ഓഫർ ഈസ് റിവോക്ഡ്. ഓഫർ ഈസ് റിവോക്ഡ്. ഓക്കെ, അങ്ങനെ എത്തണം. അങ്ങനെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, യെസ് ആണെങ്കിൽ ഓഫർ ഈസ് റിവോക്ഡ്. ഇത് നോ ആണെങ്കിലോ? നോ എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് ഓൾറെഡി പോസ്റ്റഡ് ബൈ ഓഫറി. ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് ഓൾറെഡി പോസ്റ്റഡ് ബൈ ഓഫറി ആണെങ്കിലോ? ഓഫറി ഓൾറെഡി ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറയട്ടെ. കമ്മ്യൂണിക്കേഷൻ ഓഫ്, അതിനെന്താ പറയാന്ന് പറയട്ടെ. എനിവൺ? കമ്മ്യൂണിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് acceptance is complete as against the offerer. ഈ as against the offerer എന്ന് പറഞ്ഞാൽ എന്താ? Offerer cannot revoke his offer anymore. Communication of acceptance is complete as against the offerer when the letter of acceptance is posted by the offeree or acceptor. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ മക്കളെ? വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം ലെറ്റർ ഓഫ് ഓഫർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ് ദ ഓഫറി. അത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല അക്സെപ്റ്റൻസിന്റെ കാര്യം. അക്സെപ്റ്റൻസിന്റെ കാര്യം എന്ന് പറയുന്നത് 2 സ്റ്റേജസ് ആയി സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ ഓഫറി ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ,
നിങ്ങളൊരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. സാധാരണ നമുക്ക് മറ്റേ ജസ്റ്റ് ഇങ്ങനെ ഇതിലൊന്നും കുറെ കോംപ്ലിക്കേഷൻ ഒന്നും ആക്കണ്ട. നമുക്ക് പോസ്റ്റ്മാന് നമുക്കൊരു ലെറ്റർ ഇപ്പൊ എഴുതുന്ന നോട്ട്സ് ആയിട്ട് തരാം, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും അങ്ങനെ ഞാൻ പെർഫെക്ഷൻ എന്നുള്ള ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ടോപ്പിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബുക്കോ വർക്ക് ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് ഒറ്റ ഞാൻ തരാം, നോ ഇഷ്യൂസ്. ഞാൻ അതും കൂടി അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യാത്തത്. അപ്പൊ ശ്രദ്ധിക്കുക, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ് ദ ഓഫറി. അത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് പോയിന്റ് ആയിരുന്നു. നേരെ തിരിച്ച് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് 2 ഫോൾഡ് ആയിട്ടാണ് പറയുക. ആസ് അഗെയിൻസ്റ്റ് ദി ഓഫറർ. ഒരാൾക്ക് എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എഗെയിൻസ്റ്റ് ഇന്നയാൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് അഡ്വാൻറ്റേജ് ആയ കാര്യമാണോ നമ്മൾ പറയുന്നത്, ഡിസ്അഡ്വാൻറ്റേജ് ആയ കാര്യമാണോ പറയാ? ഒരാൾക്ക് എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മറ്റൊരാൾ മത്സരിക്കുന്നു, എഗെയിൻസ്റ്റ്. ഓക്കെ, വൺ പേഴ്സൺ ഈസ് കോമ്പീറ്റിംഗ് എഗെയിൻസ്റ്റ് ദി അതർ പേഴ്സൺ എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് എ ആണോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഷോർട്ട് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡി എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ഡിസ്അഡ്വാൻറ്റേജിന്റെ കേസ് അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദി ഓഫറർ. എന്താ? വെൻ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് ബൈ ദ ഓഫറി ഓർ ആക്സെപ്റ്റർ. കാരണം വൺസ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫറർക്ക് അയാളുടെ ഓഫർ റിവോക്ക് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് രണ്ടാമത്തെ റെലവന്റ് പോയിന്റ് ആണ്. ഒന്നാമത്തെ ട്രിഗർ പോയിന്റ് എന്ന് പറയുന്നത് വെൻ ദ ലെറ്റർ ഓഫ് ഓഫർ കംസ് ടു ദ നോളേജ് ഓഫ് ദ ഓഫറി. ഓഫറിന്റെ നോളേജിലേക്ക് ലെറ്റർ ഓഫ് ഓഫർ എത്തുന്ന നോളേജിലേക്ക് എത്തുന്ന സമയമാണ് ഒന്നാമത്തെ ട്രിഗർ പോയിന്റ്. ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ് ദ ഓഫറി. രണ്ടാമത്തെ പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ്. ഒറ്റയടിക്ക് പറയരുത്, ആസ് എഗെയിൻസ്റ്റ് ദി ഓഫറർ. ഓഫറർക്കെതിരെ. ദി ഓഫറർക്കെതിരെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇനി ഓഫറർക്ക് അയാളുടെ ഭാഗത്തു നിന്നുള്ള ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് അർത്ഥം എന്താ? നമ്മുടെ ഓഫറി ആ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ ഓഫറർക്ക് എന്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു? അയാളുടെ ഓഫർ റിവോക്ക് ചെയ്തിട്ട് ലെറ്ററോ ടെലിഗ്രാമോ അയച്ചിട്ട് ആ ലെറ്ററോ ടെലിഗ്രാം ഓഫറിന്റെ നോളേജിലേക്ക് എത്തിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് അയാൾക്ക് പറ്റിയില്ല. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കും, സാറേ ലെറ്റർ ഓഫ് റിവോക്കേഷൻ ഓഫ് ഓഫർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇയാളുടെ നോളേജിലേക്ക് എത്തിയിട്ടില്ല. ഇയാളുടെ നോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ ഓഫർ എന്ത് ചെയ്തു? ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇവിടെ എന്താ സംഭവിക്കുക? റിവോക്കേഷൻ ഓഫ് ഓഫർ ആണോ ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ആണോ സംഭവിക്കുക? ഓഫറർ ലെറ്റർ ഓഫ് റിവോക്കേഷൻ പോസ്റ്റ് ചെയ്തു, പക്ഷെ അത് ഓഫറിന്റെ നോളേജിലേക്ക് എത്തിയിട്ടില്ല. നോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ ഓഫർ എന്ത് ചെയ്തു? ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിവോക്കേഷൻ ഓഫ് ഓഫർ ആണോ ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ആണോ സംഭവിക്കുക? ഒബ്വിയസ്ലി ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ആണ് സംഭവിക്കുക. ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ആണ് സംഭവിക്കുക. യെസ് ഓർ നോ? നേരെ തിരിച്ച് ഓൾറെഡി ഓഫറർ എന്ത് ചെയ്തു? മറ്റേ ലെറ്റർ ഓഫ് റിവോക്കേഷൻ ഓഫ് ഓഫർ അയച്ചു, അത് ഓഫറിന്റെ നോളേജിലേക്ക് എത്തി. ഏതിനു മുന്നേ? അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാ പോസ്റ്റ് ചെയ്തത് മനസ്സിലാവുക? പോസ്റ്റ് ചെയ്ത് മനസ്സിലാവാൻ നമ്മൾ കൊറിയർ ഓഫീസിൽ പോയിട്ടോ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ടൈം നമുക്ക് മനസ്സിലാവില്ല, അവർ റെക്കോർഡ് ചെയ്യൂലേ. അത് നിങ്ങളൊക്കെ റെക്കോർഡിക്കൽ പ്രൂഫ് ഉണ്ട്. പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനില്ല എന്നുള്ളതാണ് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്താ ഇതിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്? ഇത് ലാസ്റ്റ് പോയിന്റ് ആണ്. ഓഫറർ ഓഫറി എന്തയച്ചു? ഓഫർ അയച്ചു. ഓഫർ എന്ത് ചെയ്തു? ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ്. ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്കറിയാം, അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഫറർക്ക് അയാളുടെ ഓഫർ ഇനി റിവോക്ക് ചെയ്യാനുള്ള അവസരം ഇല്ല. ക്വസ്റ്റ്യൻ ഇതാണ്, വെദർ മിസ്റ്റർ എസ്, മിസ്റ്റർ ബി ഓഫറി can still revoke his acceptance. That is, decide not to buy the car. Yes or no? ഓൾറെഡി ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഒബ്വിയസ്ലി ഓഫറിന്റെ നോളേജിലേക്ക് എത്തുന്നതായിരിക്കും. അയച്ച പോസ്റ്റ് എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റില്ല, ലെറ്റർ. ചോദ്യം ഇതാണ്, ഇവന്റെ ഓഫറി വെദർ ഓഫർക്ക് തീരുമാനിക്കാൻ പറ്റും, എനിക്ക് കാറ് വേണ്ട, ഞാൻ അതിൽ നിന്നും തിരിച്ചു പോവാണെന്ന്. ഇതൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു മ്യൂച്വലി രണ്ടാൾക്കും കൂടി ചിന്തിക്കാം. ഒരാൾ മിസ്റ്റർ എസ് മിസ്റ്റർ ബിയോട് പറയണടാ എനിക്ക് കാറ് സെല് ചെയ്യണമെന്നില്ല, അപ്പൊ മിസ്റ്റർ ബി ഒരാണ് എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാം. അതിനൊക്കെ നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ കോൺട്രാക്ട് പോയിന്റിലേക്ക് എത്തുന്നതിന് മുന്നേ
കോൺട്രാക്ട് എന്ന് പറയുന്നത് വലിയൊരു ഒബ്ലിഗേഷനാ. ഇറ്റ്സ് എ പ്രോമിസ് വിത്ത് കൺസിഡറേഷൻ വിത്ത് ലീഗൽ എൻഫോഴ്സിബിലിറ്റി അല്ലേ? അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുന്നേ മിസ്റ്റർ ബി എന്ന് പറയുന്ന ഓഫർക്ക് അയാളുടെ അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റുമോ? ദി ആൻസർ ഈസ് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ ഏതിനു മുന്നേ? മിസ്റ്റർ ബി എന്ത് ചെയ്യണം? യെസ്, ബട്ട് ഓഫറി must communicate his revocation of acceptance before his acceptance is communicated to the offerer. അല്ലേ? ഈ ഓഫററിന്റെ നോളേജിലേക്ക് എത്തുന്ന ഒരു സമയം ഉണ്ടല്ലോ. ഓഫറിന്റെ നോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ, ബിഫോർ ആയിട്ട് തന്നെ റിവോക്കേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ആയാൽ അവിടെ എന്തായി? അവിടെ നോ അക്സെപ്റ്റൻസ്, നോ കോൺട്രാക്ട്. ഓക്കെ, ആഫ്റ്റർവേർഡ്സ് ആണ് റിവോക്കേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നതെങ്കിൽ ഓൾറെഡി അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയി, കോൺട്രാക്ട് ഫോം ചെയ്തു. അപ്പൊ എൻ്റെ ഒരു സിമ്പിൾ കോമൺ സെൻസ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫററിന്റെ നോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ റിവോക്കേഷൻ എത്തിക്കണമെങ്കിൽ റിവോക്കേഷൻ അയക്കേണ്ടത് സ്ലോവർ മോഡിലാണോ, സെയിം മോഡിലാണോ, ഫാസ്റ്റർ മോഡിലാണോ? ഓൾറെഡി അയച്ച ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫററിന്റെ നോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ അത് റിവോക്ക് ചെയ്തുകൊണ്ട് അയാളെ അറിയിക്കണമെങ്കിൽ ഈ പറയുന്ന റിവോക്കേഷൻ പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിവോക്കേഷൻ എത്തിക്കേണ്ടത് സ്ലോവർ മോഡാണോ, സെയിം മോഡാണോ, ഫാസ്റ്റർ മോഡാണോ? ഒബ്വിയസ്ലി ഫാസ്റ്റർ മോഡാണ്. ഒബ്വിയസ്ലി ഫാസ്റ്റർ മോഡാണ്. അപ്പൊ ഇവിടെ ഏതാണ് ട്രിഗർ പോയിന്റ്? നമുക്കിവിടെ നമ്മുടെ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ട്രിഗർ ആവുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ് ഏതാ? റിവോക്കഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നോട്ട് റിവോക്കഡ് ആണോ എന്ന് കറക്റ്റ് നമുക്ക് ട്രിഗർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ടൈം ഏതാ ഇവിടെ? മോഡല്ല, മോഡ് ഉദ്ദേശിക്കുന്നതല്ല, ഏതിന് മുന്നേ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതിന് ശേഷം അത് വാലിഡ് ആവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പറ. അതെ, revocation of acceptance is valid if done before letter of acceptance reaches the knowledge of the offerer. Is invalid once letter of acceptance already reached the knowledge of offerer. ഓക്കെ അല്ല, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സമപ്പ് ചെയ്യാം? അതിനെ സമപ്പ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് offer is complete when it reaches the knowledge of the offeree. Communication of acceptance is complete. നമുക്കതിന് ഇങ്ങനെ പറയാം,
ആസ് എഗെയിൻസ്റ്റ് ദ ഓഫറർ. ഇതെന്താ ആസ് എഗെയിൻസ്റ്റ് ദ ഓഫറർ എന്ന് പറഞ്ഞാല് ഓഫറർ കനോട്ട് റിവോക്ക് ഓഫർ എനിമോർ. ആസ് എഗെയിൻസ്റ്റ് ദ ഓഫറി എന്താ ഓഫറി cannot revoke his acceptance anymore. പറ, ഇത് 1 എന്ന് പറയാം, 2A 2B. 2Aയും 2Bയിലും നമുക്ക് എന്താ എഴുതാൻ പറ്റുക? കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദ ഓഫറർ. എന്താണ് 2Aന്റെ ആൻസർ? വെൻ ഡാഷ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദ ഓഫറി വെൻ ഡാഷ്. 2A and 2B കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് അതിന്റെ കീവേഡ്, ഇതാണ് അതിന്റെ കാര്യങ്ങൾ എഴുതേണ്ട അതേ മെത്തേഡ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ചാർട്ടൊന്നും ആക്കിയിട്ട് എഴുതാണ്ട് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൽ മതി. എന്തായിരിക്കും 2A and 2B? പറഞ്ഞോ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദി ഓഫറർ. ആസ് എഗെയിൻസ്റ്റ് ദ ഓഫറർ. ഓഫറർക്ക് അയാളുടെ ഓഫർ റിവോക്ക് ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ പറ്റൂല. എനിമോർ. ഓഫറർക്ക് ഇനി അയാളുടെ ഓഫർ റിവോക്ക് ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ പറ്റൂല. എപ്പോ 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 വെന്ത അങ്ങനെ തന്നെ എഴുതിയാൽ മാത്രം മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ വെന്ത മറ്റേ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് പുട്ട് ഇൻ ടു കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നോക്കണ്ട. വെൻ the letter of acceptance is posted. വൺസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫറർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ഓഫർ റിവോക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഇല്ല. രണ്ടാമത്തെ കേസ് വെൻ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് റീച്ചസ് ദ നോളേജ് ഓഫ് ദ ഡാഷ്. നോളേജ് ഓഫ് ദ ഓഫറർ. സ്പെല്ലിംഗ് തെറ്റിക്കരുത്. OFFEROR. ഓക്കെ, നിങ്ങൾ ഓഫറർ ER എഴുതരുത് ലാസ്റ്റ്. ഓഫറോർ ബെയിലോർ, അതേപോലെ ഓഫറർ എന്ന് പറയും. ഇതാണ് സംഭവം. ഓക്കെ, സോ ഇവിടെ ട്രിഗർ പോയിന്റ്സ് നോക്കുക. ഇവിടെ 3 ട്രിഗർ പോയിന്റ്സ് ഉള്ളത്. 3 പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ 3 പോയിന്റ് ഓഫ് ടൈം ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് റീച്ചസ് ദ നോളേജ് ഓഫ് ദ ഓഫറി. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദി ഓഫറർ. ഓഫറർക്ക് എതിരെ എന്ന് പറയുമ്പോൾ അത് അയാൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് അയാൾക്ക് ഇനി അയാളുടെ ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ഓഫ് ടൈം. മൂന്നാമത്തത് ഓഫറി അല്ലെങ്കിൽ ആക്സെപ്റ്റർക്ക് അയാളുടെ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ഓഫ് ടൈം. അതാണ് ഓരോ 3 ട്രിഗർ പോയിന്റ്സ് കറക്റ്റ് എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾ മനസ്സിലാക്കണം. യാതൊരു കോംപ്രമൈസും ഇല്ലാണ്ട് അത് അതേപോലെ തന്നെ എഴുതാനും പറ്റണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ ഓക്കെ പറയാം, സെറ്റ് ആണെങ്കിൽ സെറ്റ് പറയാം. ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, വോയിസിലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 3 പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇതിൽ കോംപ്ലിക്കേഷൻ എന്ന് പറയാനുള്ളത് ഓഫർ അല്ല. കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ്. കാരണം ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്ന ടൈം ഇമ്പോർട്ടന്റ് ആണ്. അവിടെ മറ്റേ ഓഫറിന്റെ നോളജിലേക്ക് എത്തുന്ന ടൈം ഇമ്പോർട്ടന്റ് ആണ്. ഓഫറിന്റെ കേസിൽ ആ പ്രശ്നമില്ല. ഓഫറിന്റെ കേസിൽ ഓഫർ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് റെലവെന്റ് അല്ല. അത് റെലവെന്റ് അല്ല എന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടന്റേ അല്ല, അതിനൊരു കാര്യമില്ല. പക്ഷെ അത് ഓഫറിന്റെ നോളേജിലേക്ക് എത്തുന്ന ടൈം റെലവെന്റ് ആണ്. കാരണം അതിന് എത്തിയതിന് ശേഷം മാത്രമേ ഓഫറേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലേ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്ന ടൈം റെലവെന്റ് ആണ്. കാരണം അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫറർക്ക് അയാളുടെ ഭാഗത്തുനിന്ന് ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറും. ഓഫർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് അഗെയിൻസ്റ്റ് ദി ഓഫറർ എന്ന് വരും. അതേസമയം ഓഫറിക്ക് വേണമെങ്കിൽ അയാളുടെ ആക്സെപ്റ്റൻസ് പിന്നെയും റിവോക്ക് ചെയ്യാം. ദി ഓൺലി തിങ് ഈസ് ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നതിന് മുന്നേ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസും ലെറ്റർ ഓഫ് റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസും ബൈ ചാൻസ് സെയിം ഡേ എത്തിയിട്ടാണെങ്കിലോ, സെയിം ഡേ എന്നതിനപ്പുറം നമുക്ക് ഇങ്ങനെ പറയാം സെയിം ടൈം എത്തിയിട്ടുണ്ടെങ്കിലോ, അതായത് ആക്സെപ്റ്റൻസ് ലെറ്ററും അതിന്റെ റിവോക്കേഷനും സെയിം ടൈം എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ ഞാൻ പറയാം. അവിടെ നിങ്ങൾക്ക് 2 രീതിയിൽ ആൻസർ എഴുതാം. ഓക്കെ, ഏറ്റവും സജസ്റ്റഡ് ആയിട്ട് ICAI ലേറ്റസ്റ്റ് ആയിട്ട് തന്ന ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസും റിവോക്കേഷൻ ഓഫ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസും റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസും ഒന്നിച്ച് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആൻസർ ഞാൻ പറയട്ടെ, റിവോക്കേഷൻ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. റിവോക്കേഷൻ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. റിവോക്കേഷൻ, അതാണ് ഒരു ആൾട്ടർനേറ്റീവ് ആൻസർ. അത് ആൾട്ടർനേറ്റീവ് ആൻസർ. ഓക്കെ, അത് ഓക്കെ, അതാണ് ഒരു ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഓക്കെ, അതാണ് ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് അത് ചെയ്യാം. അതേ നിങ്ങൾക്ക് ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റൊരു ആൻസറും എഴുതാം. അക്സെപ്റ്റൻസ്, ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസും റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസും ഒന്നിച്ചിട്ടാണ് ഓഫറിന്റെ കയ്യിലേക്ക് എത്തുന്നതെങ്കിൽ whichever he opens first. ഓക്കെ, സോ ഒരു ചർച്ചാ വിഷയമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, എക്സാം POV, both letter of acceptance and letter of revocation of acceptance reaches the offerer together. അങ്ങനെയാണെങ്കിൽ ആൻസർ 1 revocation of acceptance is absolute and completed. ഇവിടെ എന്തില്ല, അക്സെപ്റ്റൻസ് ഇല്ല, കോൺട്രാക്ട് ഇല്ല. ഓക്കെ, 2 whichever the offerer opens first. അവിടെ ഓപ്പൺ ചെയ്യുന്നത് ലെറ്റർ ഓഫ് റിവോക്കേഷൻ ആണെങ്കിൽ സെയിം. ടു ബി ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആണെങ്കിൽ acceptance is completed, contract is formed. അപ്പൊ അവിടെയും ഡൗട്ടുകൾ വരാം. സാർ അവിടെ മാനിപ്പുലേഷൻ നടത്തിയാൽ പോരെ, ഓഫറർക്ക് അയാൾക്ക് മറ്റേ സെയിൽ ചെയ്യണം എന്നാണ് അയാളുടെ ഇഷ്ടമെങ്കിൽ അയാൾക്ക് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് തുറന്നു എന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ അയാൾക്ക് സെയിൽ ചെയ്യേണ്ട എന്നാണെങ്കിൽ അയാൾക്ക് പറഞ്ഞാൽ പോരെ ഞാൻ ലെറ്റർ ഓഫ് റിവോക്കേഷൻ. അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇനി നമ്മൾ ആലോചിച്ച് സമയം കളയണ്ട. It's all based on each circumstantial evidence. അവിടെ നമുക്കായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ വെറുതെ നമ്മൾ അവിടെ തല ഉണ്ടാക്കിയിട്ട് കുറെ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് റെലവെന്റ് ആയിട്ട് നിങ്ങളോട് ഒരു ചോദ്യം വരാനില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സെറ്റ് ആണെങ്കിൽ സെറ്റ് പറയാം. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫറും കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറയാ. റെഡി, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ഇതിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് എന്ന് പറയുക. ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് റെസ്പോൺസ് അറിയിക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? റെഡി. അപ്പൊ എന്ത് ശ്രദ്ധിക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹാൻഡ് ബുക്കിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. Communication of offer is complete when it comes to the knowledge of the person to whom it is made. അതായത് ആ പേഴ്സൺ ടു whom it is made എന്ന് പറയുമ്പോൾ ഓഫർ ആണോ ഓഫറി ആണോ? ഓഫറർ ആണോ ഓഫറി ആണോ? ദ പേഴ്സൺ when it comes to the knowledge of the person to whom it is made. ഓഫറി. ഓക്കെ, ഇതാ. In case an offer is made by the post, its communication will complete when the letter containing the offer reaches the offeree. reaches the offeree അല്ല, is opened by the offeree. റീച്ചസ് എന്നാണ് കോമൺ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ശരിക്ക് റീച്ചസ് എന്ന് മാത്രമേ എക്സാം ഹാളിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഓക്കെ. ഓപ്പൺ ചെയ്ത സമയം വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അതേസമയം കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി പ്രപ്പോസർ. ആസ് അഗെയിൻസ്റ്റ് ദി പ്രപ്പോസർ എന്ന് പറഞ്ഞാൽ ആസ് അഗെയിൻസ്റ്റ് ദി ഓഫറർ. ഓക്കെ, അതിന് എന്ത് മാത്രം പഠിച്ചാൽ മതി? ആസ് സൂൺ ആസ് the properly addressed and stamped letter of acceptance is duly posted.
പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ കമ്മ്യൂണിക്കേറ്റഡ് ആണ്. അവിടെ പിന്നെ അത് മിസ്സായിട്ടുണ്ടോ ഡിലേ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നോക്കണ്ട. ഓക്കെ, പിന്നീട് നമ്മുടെ ഓഫറർക്ക് അയാളുടെ ഓഫർ റിവോക്ക് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു, ഇനിയില്ല. അതേസമയം ആസ് അഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? ഇത് ആസ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ ആണ്, ഇത് ആസ് അഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റർ ആണ്. എപ്പോഴാ? when the letter of acceptance is actually received by the proposer, അല്ലെങ്കിൽ when it reaches the knowledge of the offerer എന്നും പറയാം. ഇതാണ് സംഭവം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. റെഡി ആണെങ്കിൽ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അപ്പൊ ഇതിന് ഇപ്പൊ റിവോക്കേഷന്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മുടെ റിവോക്കേഷൻ ഇല്ലേ, ഓഫറർക്ക് അയാളുടെ റിവോക്കേഷൻ ഓഫ് ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം ഏതാ? ഓഫറർക്ക് അയാളുടെ ഓഫർ റിവോക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് അയാളുടെ റിവോക്കേഷൻ ഓഫറിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഓഫറിനെ ഇൻഫോം ചെയ്യാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഓഫ് ടൈം ഏതാ? ബിഫോർ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് ബൈ ദ ഓഫറി. Before letter of acceptance is posted by the offeree. Yes. ഇതാ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് ബൈ ദ ഓഫറി. അതേസമയം നമ്മുടെ ഓഫറിക്ക് അയാളുടെ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാനുള്ള ടൈം ഏതാ? മറ്റേ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് നമ്മുടെ ഓഫറിന്റെ നോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ. സോ ഒരു ടൈം ഗ്യാപ്പ്, ടൈം ഡിലേ ഇയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഡേറ്റ് ഓൺ വിച്ച് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് and the date on which letter of acceptance is received by the proposer can be utilized by the acceptor to withdraw his acceptance by a faster mode so that revocation notice reaches the proposer before the letter of acceptance. Okay, ആ പറഞ്ഞ ഇപ്പം വായിച്ച കാര്യം ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാ, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യം ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഡേറ്റ് ഓൺ വിച്ച് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് പോസ്റ്റഡ് and the date on which date of acceptance is received by the proposer can be utilized by the acceptor to withdraw his acceptance by a faster mode. Already letter of acceptance പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്ത ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫറിന്റെ നോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ, അത് എത്തുന്നതിന് മുന്നേ ഉള്ള ടൈം ഗ്യാപ്പ് കുറച്ചുകൂടി ഫാസ്റ്റർ മോഡിലൂടെ അയാളുടെ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ വേണ്ടി, വിഡ്രോ ചെയ്യാൻ വേണ്ടി ആർക്ക് ഉപയോഗിക്കാൻ പറ്റും? ഓഫറി അല്ലെങ്കിൽ ആക്സെപ്റ്റർക്ക് ഉപയോഗിക്കാൻ പറ്റും. സിമ്പിൾ ആണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് പറയുന്നുണ്ട്. ദ ടേം റിവോക്കേഷൻ മീൻസ് ടേക്കിംഗ് ബാക്ക് ഓർ വിഡ്രോവൽ ആണ്. ഓക്കെ, ഏത് ടൈമിനുള്ളിൽ ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റും? ഓഫർ പ്രപ്പോസൽ മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്. എന്താ മനസ്സിലായോ? എ പ്രപ്പോസൽ മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം before the communication of acceptance is complete as against the proposer but not afterwards. Hence offer can be revoked at any time before the letter of acceptance is duly posted by the acceptor. Okay ആണോ? അല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ ആണോ അതോ റിപ്പീറ്റ് ചെയ്യണോ? ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആണോ റിപ്പീറ്റ് ചെയ്യണോ? Proposal may be revoked at any time before the communication of its acceptance is complete as against the proposer but not afterwards. That is, offer can be revoked at any time before the letter of acceptance is duly posted by the acceptor. Letter of acceptor letter of acceptance പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ ഓഫർ എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് റിവോക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? യെസ് ഓർ നോ? ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇതാ നോട്ട് നോക്കിയാ, റിവോക്കേഷൻ മസ്റ്റ് ഓൾവേസ് ബി എക്സ്പ്രസ്ഡ് ആയിരിക്കണം. റിവോക്കേഷൻ എക്സ്പ്രസ്ഡ് ആയിരിക്കണം. ഓഫർ എന്ത് ചെയ്യാൻ പറ്റില്ല. ഈവൻ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ലോസ്റ്റ് ആണെങ്കിൽ പോലും വൺസ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ ഓഫറിന്റെ റിവോക്കേഷൻ പോസിബിൾ അല്ല. ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് എവിടെയെങ്കിലും ലോസ്റ്റ് ആയിട്ടുണ്ടോ ഡിലേ ആയിട്ടുണ്ടോ അതൊന്നും റെലവെന്റ് അല്ല. വൺസ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് ആദ്യത്തെ ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, അതേസമയം ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാനുള്ള ടൈം ഏതാ? Time limit within which acceptance can be revoked. An acceptance may be revoked at any time before the communication of acceptance is complete as against the acceptor but not afterwards. Hence, acceptance can be revoked at any time before the letter of acceptance is actually received by the proposer. ഇതും ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ? ലാസ്റ്റ് മാർക്ക് ചെയ്ത പിങ്കിൽ മാർക്ക് ചെയ്തത് acceptance may be revoked at any time before the
കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ. ആക്സെപ്റ്റർക്കെതിരെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ വരെ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റും. അതായത് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ആക്ച്വലി പ്രപ്പോസലിന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ, അതിന് മുന്നുള്ള സമയം വരെ നമുക്ക് ഫാസ്റ്റർ മോഡിലൂടെ ആക്സെപ്റ്റൻസിനെ റിവോക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്. പക്ഷെ അതിന് ശേഷം അത് അലൗഡ് അല്ല, അത് പോസിബിൾ അല്ല എന്നർത്ഥം. ക്ലിയർ ആണോ മക്കളെ? യെസ് ഓർ നോ? ഓക്കെ. സോ അതേപോലെ തന്നെ അതിൽ താഴെ കുറച്ച് പോയിന്റ്സും കൂടി പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് ഓവർ ടെലിഫോൺ, ടെലക്സ്, ഫാക്സ് ഒക്കെ റിവോക്കേഷന്റെ കേസ് വരുന്നില്ല. കാരണം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫറും ആക്സെപ്റ്റൻസ് ഒക്കെ സെയിം ടൈം ആണ്, ഇൻസ്റ്റന്റ് ആണ്. ഓക്കെ. അതേസമയം പോസ്റ്റ് വഴി ആകുമ്പോൾ എന്തുണ്ട്? പ്രശ്നമുണ്ട്. ഓക്കെ അല്ലേ? സോ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹു മേക്സ് ഇറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ശരിക്കും നമുക്ക് ആൻസർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് നമുക്ക് ആവശ്യമില്ല ശരിക്കും. ഓക്കെ, ആൻസറിങ് പോയിന്റ് ഓഫ് വ്യൂ ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല, ഇത് നിങ്ങൾ പഠിക്കണമെന്നില്ല. മറ്റേ ഇത് റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസിന്റെ കേസ് പറയുന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഓൾറെഡി മുകളിൽ പഠിച്ച സെയിം പോയിന്റ്സ് തന്നെ പഠിച്ചാൽ മതി. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവാൻ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്, നിങ്ങൾ നോക്കണ്ട. ഓക്കെ. പിന്നെ ഈ ഓഫറിന്റെ കാര്യത്തിൽ, ഓഫർ ആക്സെപ്റ്റൻസിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഓഫർ റിവോക്ക് ആവുക? അതിൽ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു, നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. ഈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ആരിൽ നിന്നും ആരിലേക്ക് പോകുന്നതാണ്? നമ്മൾ റിവോക്കേഷൻ ഓഫ് ഓഫർ പറയുന്നില്ലേ? ഈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ഫ്രം ഡാഷ് ടു ഡാഷ് പറഞ്ഞേ, ഡാഷ് ടു ഡാഷ്, ഫ്രം ഡാഷ് ടു ഡാഷ്. അപ്പൊ ഇന്ന് നമ്മൾ ഓഫർ, ആക്സെപ്റ്റൻസ്, അതേപോലെ തന്നെ അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലിമിറ്റഡ് ടൈമിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫുള്ള് ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഏരിയാസ് ഒക്കെ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. സോ ഫ്രം ഓഫറർ ടു ഓഫറി അല്ലേ? റിവോക്കേഷൻ ഓഫ് ഓഫർ വരുന്നത് ഫ്രം ഓഫറർ ടു ഓഫറി. ലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഓൾറെഡി അറിയാം. എന്താ ലാപ്സ് ഓഫ് ടൈം? നമ്മൾ നേരത്തെ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി വിത്തിൻ, ആക്സെപ്റ്റൻസിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ട്. അത് ഞാൻ ഇന്ന് ഒന്ന് ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം. ആക്സെപ്റ്റൻസിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാ? ഓൺലി ബൈ ദ പേഴ്സൺ ടു ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ്. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ. അടുത്തത് ആക്സെപ്റ്റൻസ് എന്തിലായിരിക്കണം? പ്രിസ്ക്രൈബ്ഡ് ഓർ യൂഷ്വൽ മാനറിലായിരിക്കണം, വിത്തിൻ റീസണബിൾ ടൈം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രിസ്ക്രൈബ് ഓർ യൂഷ്വൽ മാനറും പ്രിസ്ക്രൈബ്ഡ് ഓർ റീസണബിൾ ടൈമിനുള്ളിലോ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് വാലിഡ് അല്ല, അതിലൂടെ ഓഫർ ഓട്ടോമാറ്റിക്കലി റിവോക്കഡ് ആവുന്നതാണ് നോർമലി. ഓക്കെ. സോ റീസണബിൾ ഓർ ഫിക്സ്ഡ് ടൈമിനുള്ളിലോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ഓർ യൂഷ്വൽ മാനറിനുള്ളിലോ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുത്തെ റൂൾ ഇതാണ്, ഓഫർ റിവോക്കഡ് ആയിട്ട് കണക്കാക്കും. പക്ഷേ അവിടെയും ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഓഫറർ ഇന്ന ഒരു ഇത് പറഞ്ഞു, മോഡ് പറഞ്ഞു, ഇനി ലെറ്ററിലൂടെ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കണേ. ഓഫറർ പറഞ്ഞു, ഓഫറിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഓഫറിനോട് പറഞ്ഞു ഇന്ന ഡേറ്റിനുള്ളിൽ നീ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസിലൂടെ നിന്റെ ആക്സെപ്റ്റൻസ് അറിയിക്കണം എന്ന് പറഞ്ഞു. മോഡ് ഓഫ് ആക്സെപ്റ്റൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. പക്ഷേ ഓഫറി അല്ലെങ്കിൽ ആക്സെപ്റ്റർ എന്ത് ചെയ്തു? നേരിട്ട് വന്ന് അറിയിച്ചു, അല്ലെങ്കിൽ മെസ്സഞ്ചറിലൂടെ അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ ആക്സെപ്റ്റൻസ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? ഓഫർ അക്സെപ്റ്റഡ് ആണോ അല്ലെങ്കിൽ റിജക്റ്റഡ് ആയിട്ടാണോ കണക്കാക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടാണോ കണക്കാക്കുക? ഓഫറർ പറഞ്ഞു എനിക്ക് നീ എന്താ പറയാ നോളേജ് അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അതിന്റെ ആക്സെപ്റ്റൻസ് അറിയിക്കേണ്ടത് ലെറ്ററിലൂടെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഫർ എന്ത് ചെയ്തു? ലെറ്ററിലൂടെ അല്ലാണ്ട് നേരിട്ട് അറിയിക്കുക അല്ലെങ്കിൽ മെസ്സഞ്ചറിലൂടെ അറിയിക്കുകയാണെങ്കിൽ വാലിഡ് ഓർ ഇൻവാലിഡ്? Let me know acceptance by letter. ഇതിനാണ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് മോഡ് എന്ന് പറയാ. Any other mode. Example direct or messenger. പറ എന്താ സംഭവിക്കുക? ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്?
എന്താ ഇവിടെ സംഭവിക്കുക മക്കളെ? അക്സെപ്റ്റൻസ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? പറ 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 പറ. അക്സെപ്റ്റൻസ് വാലിഡാ ഇൻവാലിഡാ? ഞാൻ ഇത് എഴുതിയതിന്റെ പേരിൽ ഒന്നും കൂടി പറ. അക്സെപ്റ്റൻസ് വാലിഡ് ഓർ ഇൻവാലിഡ്? ദി ആൻസർ ഈസ് ഒറ്റടിക്ക് നിങ്ങൾ വാലിഡ് ഓർ ഇൻവാലിഡ് പറയരുത്. കോൺട്രാക്ട് ആക്ട് ഈസ് ടോട്ടലി ഫ്ലെക്സിബിൾ. ഓക്കെ, ഓഫറർ ഹാസ് 2 ഓപ്ഷൻസ്. ഒന്നതിന് എന്ത് ചെയ്യാം? ഇൻസിസ്റ്റ് ഓൺ ദ മോഡ് ഓഫ് അക്സെപ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഓഫർ ഈസ് സ്റ്റിൽ നോട്ട് അക്സെപ്റ്റഡ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരിക്കും രണ്ടാമത്തെ ഓപ്ഷൻ? ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞേ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ ഓഫറർക്ക്? സെക്കൻഡ് ഓപ്ഷൻ പറമക്കളെ എന്തായിരിക്കും? അപ്പുറത്തുള്ളവന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ എല്ലാവരും പാവങ്ങളാടാ മോനെ എന്നെല്ലാം പറയുന്നില്ലേ? എന്തായിരിക്കും? റിമെയിൻ സൈലന്റ് അല്ലെങ്കിൽ എഗ്രി ടു ദ accepted mode. Agree to the mode of acceptance. Offer is accepted. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നേരത്തെ RC ബുക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ രജിസ്ട്രേഷന്റെ പോലെ ഇതും സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന ഒരു കേസാണ്. ഇതുകൂടി നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ക്ലോസ് ചെയ്യാണ്, സമപ്പ് ചെയ്യാണ്. സോ ഇതാ ബേസിക്കലി ഈ ഒരു സംഭവം കൂടി നോക്കുക. ലാപ്സ് ഓഫ് ടൈം ബൈ ഫെയിലിയർ ടു അക്സെപ്റ്റ് എ പ്രിസീഡിങ് കണ്ടീഷൻ. ഓൾറെഡി പറഞ്ഞ എന്തെങ്കിലും കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ആരുടെ ഭാഗത്തുനിന്ന്? ബൈ ഫെയിലിയർ ടു അക്സെപ്റ്റ് എ പ്രിസീഡിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഭാഗത്തുനിന്ന്? ഓഫറിന്റെ ഭാഗത്തുനിന്നാണോ ഓഫറിന്റെ ഭാഗത്തുനിന്നാണോ? ലാപ്സ് ഓഫ് ടൈം ഈസ് ഈസി. ഓൾറെഡി നമുക്ക് എന്ത് പറയാം? എസെൻഷ്യൽ എലമെന്റ് ഓഫ് അക്സെപ്റ്റൻസ് ആണ്. അതുപോലെ പ്രിസ്ക്രൈബ് ഓർ യൂഷ്വൽ മോഡ് എന്നുള്ളതും എന്താണ്? എസെൻഷ്യൽ എലമെന്റ് ഓഫ് വാലിഡ് അക്സെപ്റ്റൻസ് ആണ്, അല്ലെ? ബൈ ഫെയിലിയർ ടു അക്സെപ്റ്റ് എ പ്രിസീഡിങ് കണ്ടീഷൻ ബൈ ഓഫറി, ബൈ ഡെത്ത് ഓർ ഇൻസേനിറ്റി ഓഫ് ദ ഓഫറർ ഓർ ഓഫറി. ഏത് കേസിൽ? പേഴ്സണൽ നേച്ചർ ആണെങ്കിൽ. പേഴ്സണൽ നേച്ചർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഡെത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫർ റിവോക്ഡ് ആവും. കൗണ്ടർ ഓഫർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൗണ്ടർ ഓഫർ മറ്റൊരു പേരാണ് കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. റിജക്ഷൻ ഓഫ് ഓഫർ ബൈ ഓഫറി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റിജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാവാം. കൗണ്ടർ ഓഫർ ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് റിജക്ഷൻ ആവാം. സബ്സീക്വന്റ് ഇല്ലീഗാലിറ്റി. സബ്സീക്വന്റ് ഇല്ലീഗാലിറ്റി എന്താ റീസൺ വരാൻ കാരണം? ചേഞ്ച് ഇൻ ലോ. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അത് എന്തെങ്കിലും ആണെങ്കിലും ആവാം. അത് നാച്ചുറൽ റീസൺസോ മറ്റോ ആവാം. നാച്ചുറൽ റീസൺസ്. സോ അതോടുകൂടി നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്? നമ്മളെ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. യൂണിറ്റ് 1 ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും പിന്നെ അല്ലറ ചില്ലറ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവും. മേ ബി ക്രോസ് ഓഫർ, അതേപോലെ തന്നെ എന്താ പറയുക സ്റ്റാൻഡിങ് ഓഫർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നാളത്തോടു കൂടി നമുക്ക് യൂണിറ്റ് 1 ഓഫ് കോൺട്രാക്ട് ആക്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണ്, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്നത്തെ സമയത്ത് നമുക്കൊന്നും കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. ഏറെക്കൊക്കെ പലർക്കും ക്ലാസ്സിനൊക്കെ ഇറങ്ങേണ്ട സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്നലത്തേനേക്കാളും കുറച്ചും കൂടി മൂവ്മെന്റ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ട്രാക്കറായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ജസ്റ്റ് ഇന്നത്തെ ട്രാക്കറിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂണിറ്റ് 1 തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 1 ഏതിൻ്റെ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇന്നത്തെ ഡേ 2 ട്രാക്കറിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, അതേപോലെ തന്നെ റിവോക്കേഷൻ ഓഫ് ഓഫർ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല കംപ്ലീറ്റ് സമ്മറി. അപ്പൊ നാളത്തേക്ക് യൂണിറ്റ് 1 ഫുള്ളായിട്ട് നോക്കിയിട്ട് വരാം. ടുമോറോ വിൽ ബി ഹാവിംഗ് ദ Q&A ഡിസ്കഷൻ. അതിൽ കുറച്ച് റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ അടക്കം നമുക്ക് ചെയ്യാം. അതിൽ പെൻഡിങ്ങുള്ള ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ അതടക്കം നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. വിൽ കണ്ടിന്യൂ ടുമോറോ ഷാർപ്പ് 6 o'clock. ഇന്ന് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല, തുടങ്ങാനൊരു ചെറിയ ഡിലേ വന്നു. ഞാനൊന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, അതുകൊണ്ടാണ്. പക്ഷെ കറക്റ്റ് ഓൾമോസ്റ്റ് ഒരു 6:15 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം. പിന്നെ ലാപ്ടോപ്പ് ഒന്ന് ചെറിയ രീതിയിൽ ഇത് വന്നു, ഓണാവാത്ത പ്രശ്നം വന്നു. നാളത്തേക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ സെറ്റാക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു 20, 23, 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഉള്ള വർക്ക് ബുക്കുള്ള ആൾക്കാർ അതൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ,
അല്ല ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഏരിയാസ് നോക്കിയിട്ട് വരാം. ഇനി മറ്റേ യൂണിറ്റ് 1 എന്തെങ്കിലും പെൻഡിങ് ഉള്ള പോലെ ചില കുട്ടികൾക്ക് തോന്നും, സാർ കോൺട്രാക്ട് എഗ്രിമെന്റ്, വോയിഡ് കോൺട്രാക്ട്, ഇല്ലീഗൽ എഗ്രിമെന്റ്, വോയിഡ് എഗ്രിമെന്റ്, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ സെറ്റ് ആക്കാം. കാരണം അതൊക്കെ വേറെയും യൂണിറ്റിൽ വരുന്നുണ്ട്. യൂണിറ്റ് 1ന്റെ മാത്രം കോർ ഏരിയാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. വിൽ കണ്ടിന്യൂ ടുമോറോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി? താങ്ക് യു. ഓക്കെ, ഇത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇന്ന് മുതൽ ഞാൻ പറഞ്ഞില്ല, റോൾ നമ്പറും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഡ്രൈവ് ആക്സസ് ഉണ്ടാവും, അതിൽ ഞാൻ ഇതുകൂടി അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? താങ്ക് യു സോ മച്ച്. ക്ലോസ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.